ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിലെ ബീഡ്സ് വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇതിൻ്റെ മാനുവൽ ഒന്ന് ഞാനത് ആദ്യം കേൾപ്പിച്ചു തരാം. മുത്തുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിവിധ ഇനം ആഭരണങ്ങളാണ് ഈ ഇനത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക്കോ അല്ലാത്തതോ ആയ വിവിധ ഇനം മുത്തുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാം. നല്ല മാതൃക, നിറങ്ങളുടെ യോജിപ്പ്, വൈവിധ്യം തുടങ്ങിയവയെ പ്രത്യേകം പരിഗണിക്കുന്നതാണ്. ഇതാണ് മാനുവൽ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് കൂടുതലായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. അതുകൊണ്ട് ഒത്തിരി പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്, എല്ലാവരും ചോദിക്കുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ പൊതുവെ ജഡ്ജസിന് നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അനുസരിച്ച് ആണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. അത് മുഖ്യമായ കാര്യമാണ്. പിൻ ചെയ്ത് ഇങ്ങനെ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്തിൽ നമ്മളൊരു തെർമോക്കോളേറ്റ് ഒരു ബോർഡ് ഉണ്ടാക്കി അതിൽ ജ്വല്ലറിയിൽ കാണുന്ന പോലെ തന്നെ ഡിസ്പ്ലേക്ക് വെക്കേണ്ടതാണ്. അത് ബെഞ്ചിലും ഡെസ്കിലും വെച്ചാൽ പോരാ, ഇതുപോലെ നല്ലൊരു ക്ലോത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. ടങ്കൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഉപയോഗിക്കൽ 0.25 mm ആണ്. ഇത് ഉപയോഗിച്ചാൽ നല്ല കനം കുറഞ്ഞതുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഉപയോഗിക്കുന്നത് ത്രെഡാണ്. ഈ ത്രെഡ് നല്ല കട്ടിയുണ്ട്, സൂചിയിൽ കയറാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു ലെയർ ഇങ്ങനെ അടർത്തി മാറ്റാം. ബീഡ്സ് നമുക്ക് പലതരം ബീഡ്സ് ഉപയോഗിക്കാം. പല നിറത്തിലുള്ളത്, പല സൈസിലുള്ളതും ഉപയോഗിക്കാം. എന്നാൽ ക്രിസ്റ്റൽ ബീഡ്, ഇതാണ് ക്രിസ്റ്റൽ ബീഡ് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ചെറിയ ബീഡ്സ് ഉപയോഗിക്കുന്നതാണ്. വലിയ ബീഡ്സ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല, കൂടുതലായിട്ട് ചെറിയ ബീഡ്സ് ഉപയോഗിക്കുക. പാദസരത്തിൻ്റെ കുളത്ത്, ഫിഷ് ഹുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ജംറിങ്സ് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ കാണുന്ന ചക്കിരി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബീഡ്സ് ക്യാപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ മാലക്ക് ഭംഗി കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ടൈപ്പ് ചെയിനും ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഈ ചെയിൻ വെച്ചുണ്ടാക്കിയൊരു ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഇതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബീഡ്സ് ക്യാപ്പ് വന്നൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇതുപോലെ കോർത്തിട്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരിക്കണം ഇത്. പറ്റും നമുക്ക്. ഇതും അതുപോലെ തന്നെ കോർത്തുണ്ടാക്കിയതാണ്. ബീഡ്സ് ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിട്ട് ഉപയോഗിക്കുന്നതിനാണ് മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടുക. ഈ ഒരു ചെയിന് ഉപയോഗിച്ച ചെയിന് ബാക്കിലുള്ള കൊളുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൽ കാണുന്ന പേൾ ബീഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ സെൻറ്ററിലുള്ള കുന്തൻ സ്റ്റോണാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അതിന് പകരം ഒരു ബീഡ് തന്നെ നമുക്ക് വെക്കാം. ഇതിൽ കാണുന്ന വളയിൽ ഇതിൽ സ്റ്റോൺ ഷീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിബൺ കൊണ്ട് പൊതിഞ്ഞത്, അതൊന്നും പറ്റൂല. ഇതിൽ ക്രിസ്റ്റൽ ബീഡാണ് വന്നിട്ടുള്ളത്, ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വള ഇതാണ്. നൂല് കൊണ്ട് തുന്നിച്ചേർത്ത വളയാണ് ഉപയോഗിക്കൽ. പേൾ ബീഡ് ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ ഹെയർ ബാൻഡും നമുക്ക് സമയമുണ്ടെങ്കിൽ ഹെയർ ബാൻഡും ചെയ്യാം. ഇതൊക്കെ ബീഡഡ് ഹെയർ ബാൻഡാണ്. നൂലിലോ ടങ്കൂസിലോ കോർത്തിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് മാലയ്ക്ക് നമ്മൾ ഡബിൾ ലെയർ, ട്രിപ്പിൾ ലെയറൊക്കെ മാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് ഇതുപോലെ ബോക്സൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്, നമ്മുടെ പണി എളുപ്പമാക്കാൻ. ബോക്സ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റായ കുപ്പികളൊക്കെ ഉപയോഗിക്കാൻ. സൂചിക്ക് സെപ്പറേറ്റ് ഒരു പാത്രം കാണണം. അതുപോലെ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉപകരണങ്ങളാണ്. ഗിയർ ലോക്കാണിത്. ഗിയർ ലോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലെയർ ഉപയോഗിക്കുക. പാദസരം ചെയിനൊക്കെ ചെയ്യുമ്പോൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ബാലൻസ് ഭാഗമൊന്നും പുറമേക്ക് കാണൂല. എത്രയും വൃത്തിയിൽ കിട്ടും നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ. പാദസരത്തിനും എല്ലാ ഐറ്റത്തിനും ഗിയർ ലോക്ക് ഇടാം നമുക്ക്. മത്സരത്തിന് നമുക്ക് 3 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പണിയൊക്കെ എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യുക. ഡെസ്കിലൊരു സെല്ലോ ടേപ്പോ ഡബിൾ സൈഡൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുക. തുടക്കം കുറച്ച് ചെയ്തതിന് ശേഷം ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
കയ്യിൽ പിടിച്ച് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം ബെഞ്ചിൽ വെച്ചിട്ടോ ഡെസ്കിൽ വെച്ചിട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക്